ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഒരു നിയമപരമായി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രഗ്സ് പണ്ടും ഇന്നും അതുമായി പിടിക്കപ്പെട്ടാൽ അതിന് അതിൻ്റേതായ ഒരു സ്ട്രിക്റ്റ് സെറ്റ് ഇതുണ്ട്. ഇപ്പോൾ ഇത്ര തടവ് ഇത്ര പിഴ എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പം ആകെ കണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കഞ്ചാവ്, നമ്മുടെ ഇവിടുത്തെ മഴുവാന എന്ന് പറയുന്ന സാധനം കുറേ സ്റ്റേറ്റുകൾ ലീഗലാക്കി ഉപയോഗിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണെങ്കിൽ പോലും അതിനെല്ലാം ഒരു സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും വെച്ച് തന്നെയാണ്. അതിനിടയിൽ ഇത് പിടിക്കപ്പെട്ടാൽ പിന്നെ എക്സ്ക്യൂസ് ഒന്നുമില്ല. അമേരിക്കയിലെ ഒരു കാര്യത്തിൽ അതിന് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു തടവും പിഴയും ശിക്ഷയും തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പണ്ട് മുതൽ തന്നെ അമേരിക്കയിൽ അത് ഇപ്പോൾ നമുക്ക് കൂടുതലായി എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ പോലീസിന് അണ്ടർ കവർ ഓപ്പറേഷൻസ് നടത്താറുണ്ട്. ഡ്രഗ് ബസ് നടത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ നടക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വാച്ച് ചെയ്യും. ഇന്നടത്ത് ഇപ്പോൾ ഒരു കോർണറിൽ കൂടുതലായി ഡ്രഗ് വിൽക്കുന്നു വാങ്ങുന്ന സ്ഥലമുണ്ടെങ്കിൽ പോലീസ് അത് വാച്ച് ചെയ്തിട്ട് അത് വ്യക്തമായി ഇന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പോലീസ് ഇവരെ ഇത് ചെയ്യുന്നത്. അതിന് പ്രത്യേക ടീമുകളുണ്ടോ അതോ? തീർച്ചയായും ഉണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും നമുക്കിപ്പോൾ നെക്സ്റ്റ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 5 സ്ക്വാഡ് 7 സ്ക്വാഡ് എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് ഇതുപോലുള്ള ഡ്രഗ് ബസ്റ്റിങ് ഗൺ വയലൻസിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ടീമിനെ ഓരോ ഡിസ്ട്രിക്റ്റിലും അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബിഗ്ഗർ ഇഷ്യൂവിനേക്കാൾ ഉപരി ഓരോ സ്മോൾ ഡിസ്ട്രിക്റ്റ് വൈസിലാണ് ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 35th കവർ ചെയ്യാൻ ഇവിടെയുള്ള ക്യാപ്റ്റനും അവരുടെ ടീമും കൂടെ പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റും പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഹോൾ സിറ്റി വൈഡായിട്ട് അതൊരു ഏകോപിപ്പിച്ച് കഴിയുമ്പോൾ ഒരു നല്ലൊരു പ്രവർത്തനമായിട്ട് വരും.